ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ടേബിൾ മാറ്റാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ളൻ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഉള്ളൻ ത്രെഡാണ് ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ്. ഇപ്പോൾ കോട്ടൺ നോർമൽ ഉള്ളൻ ത്രെഡിൽ നമ്മൾക്ക് തയ്ക്കാം, പക്ഷേ അത്രയ്ക്ക് എൻ്റെ കയ്യിലുള്ളത് അത്രയ്ക്ക് തിക്നെസ് ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അതാണ് ഉള്ളതെങ്കിൽ അത് 2 ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്, 2 ലെയറായിട്ട്. ഫസ്റ്റ് നമ്മളൊരു നോട്ട് ഇടുക. ഒരു കെട്ട് നീഡിലിട്ടതിന് ശേഷം ഇത് നമ്മൾക്ക് ഒരു നോട്ടായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, ഒരു കെട്ട് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ നീഡിൽ ഫസ്റ്റ് നമ്മൾക്ക് മാറ്റിന് എത്ര വലിപ്പം വേണോ അതനുസരിച്ചാണ് നമ്മൾക്കിതിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കെട്ടിടേണ്ടുന്നത്. ഇപ്പോൾ നോക്കുകയാണ്, ചൂണ്ട വിരൽ റൈറ്റ് ഹാൻഡിലെ വിരലിൽ ഇപ്പോൾ ഒരു മടക്കിലാണ് ചെയ്യുന്നത്. ഞാൻ സിംഗിൾ ത്രെഡാണ്. ശേഷം ആ റൈറ്റ് ഹാൻഡ് അങ്ങനെ തന്നെ പിടിച്ചതിന് ശേഷം ലെഫ്റ്റ് ഹാൻഡിലെ നൂലൊരു തവണ ചുറ്റിയിട്ട് വീണ്ടും ആ റൈറ്റ് ഹാൻഡിലെ അത് ഒരു തവണ കൂടി നീഡിൽ ആക്കി കൊടുത്തിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. ഇനി വീണ്ടും ആ റൈറ്റ് ഹാൻഡിൽ വീണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം അത് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഒരു തവണ ചുറ്റിയതിന് ശേഷം വീണ്ടും ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ ത്രെഡ് ഒരു തവണ ചുറ്റുന്നതാണ് നമ്മൾക്ക് ഈ നീഡിൽ നമ്മൾക്ക് ആ റിങ്ങായിട്ട് വരുന്നത്. റൈറ്റ് ഹാൻഡിൽ നമ്മൾ കെട്ടായിട്ടാണ് വരുന്നത്. അവിടെ അപ്പോൾ ആ നൂലുപയോഗിച്ച് റൈറ്റ് ഹാൻഡിൽ നൂലുപയോഗിച്ച് ആവശ്യത്തിന് നമ്മൾക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് ഇപ്പോൾ ഞാൻ 20 നോട്ട്സാണ് ഇടുന്നത്. ഒരു ചെറിയ അളവിലുള്ളതാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ചെറിയ അളവിൽ ഇപ്പോൾ ഞാൻ 20 നോട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്കത് വിട്ടുപോകാതെ ഒരു കെട്ട് കൊടുക്കണം. നമ്മൾ റൈറ്റ് ഹാൻഡിൽ ഉപയോഗിച്ച് ആ ത്രെഡാണ് കട്ട് ചെയ്യുന്നത്. മറ്റേ നീളമുള്ള ഭാഗം നമ്മൾക്ക് അത് കട്ട് ചെയ്യരുത്. ഇപ്പോൾ ഒരു ചെറിയ അളവിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ അളവിൽ ചെയ്യാൻ ഇത് 8 നമ്പറാണ് നമ്മൾക്ക് സെറ്റായിട്ട് ജോഡിയായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ 6 നമ്പർ നീഡിൽ മതിയാകും. നോട്ടിട്ടത് ശേഷം നെക്സ്റ്റ് നീഡിലെടുത്ത് ആ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി കടത്തിയതിന് ശേഷം ഒരു തവണ നീഡിൽ നൂല് ചുറ്റണം. ശേഷം നമ്മൾ ആ നീഡിൽ കടത്തി വെച്ചിരിക്കുന്ന ആ ഹോളിൽ കൂടി എടുക്കണം നമ്മൾ ഈ ചുറ്റിയത്. അതാണ് റൈറ്റ് നീഡിൽ നമ്മൾക്ക് അത് ഓരോ കെട്ടായിട്ട് വരുന്നത്. ആ നൂല് റൈറ്റ് നീഡിലായതിന് ശേഷമേ ഇതിൽ നിന്ന് ലെഫ്റ്റ് നീഡിൽ നിന്ന് വിടാവൂ. വീണ്ടും സൂചി കടത്തിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ശേഷം നമ്മൾക്ക് ഇത് ഓരോ റിങ്ങും ഇതിൽ വീഴുമ്പോൾ നമ്മൾക്കത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഒരുപാടങ്ങ് ടൈറ്റ് ചെയ്യേണ്ട, കാരണം നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി നീഡിൽ കടത്തിയിട്ട് വേണം 2 നീഡിലപ്പോൾ ഈ റിങ്ങിൽ കൂടി വരണം നമ്മൾക്ക് ചെയ്ത് വരുമ്പോൾ. ഒരുപാട് ലൂസും ആവണ്ട, ഒരുപാട് ടൈറ്റും ആവാത്ത രീതിയിൽ നമ്മൾക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മൾ 20 നോട്ട്സ് ഇട്ടതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് നീഡിൽ ഫുള്ള് ട്രാൻസ്ഫർ ചെയ്തു, ഓരോന്നോരോന്ന് ചെയ്ത്. ഇനി വീണ്ടും നമ്മൾ നെക്സ്റ്റ് രണ്ടാമതും ചെയ്യുകയാണ്. വീണ്ടും നമ്മൾക്ക് അതിലേക്കൂടി
നീഡിൽ കടത്തിയതിന് ശേഷം നൂലൊരു തവണ ചുറ്റി കൊടുത്തു. ശേഷം ആ ചുറ്റിയ നൂലിനെ നമ്മൾ ആ ലെഫ്റ്റ് ഹാൻഡിലെ നീഡിൻ്റെ ഉള്ളിൽ കൂടി റൈറ്റ് നീഡിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടം വരെ ചെയ്തു വരണം. ഇപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്തു വന്നപ്പോൾ നമ്മൾ 2 നോട്ട് വിട്ടിട്ടാണ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം ചെയ്തു വരുമ്പോഴങ്ങനെയാണ്. എന്നിട്ട് നൂലിനെ ബാക്കിലിട്ടതിന് ശേഷം അപ്പോൾ ഈ നീഡിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലെ നീഡിൽ റൈറ്റിലിരുന്നത് ലെഫ്റ്റിലും ആക്കി ചേഞ്ച് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ 2 നോട്ട് എടുത്ത നീഡിൽ ഈ ഫുള്ള് റിങ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ റൈറ്റ് നീഡിൽ ചെയ്ത് കൊണ്ടുവരണം. ഫുള്ള് നമ്മൾ ഈ നീഡിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഓരോ ലൈനായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ വീണ്ടും 2 എണ്ണമാണ് വീണ്ടും ഇടുന്നത്. അപ്പോൾ നമുക്ക് 4 ആകും. ഇത് നമ്മൾക്ക് ഇപ്പോൾ ഈ ചെയ്യുന്നത് അരികുവശമാണ് ആ റൗണ്ടിന് വരുന്നത്. അവിടെ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ നീഡിൽ ചെയ്യാതെ തന്നെ ഒരു റിങ് എടുത്തതിന് ശേഷമാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് ഈ 4 എണ്ണം വിട്ടിട്ട് ബാക്കി ഫുള്ള് നമ്മൾക്ക് ചെയ്യണം. അപ്പോൾ ഇവിടം വരെ ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ ഈ 4 റിങ്ങിനെ നമ്മൾ വിടുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ വരുമ്പോൾ 6. അപ്പോൾ നമ്മൾക്കിങ്ങനെ എഴുതിയിട്ടാൽ നമ്മൾക്ക് ഈസി ആകും എത്രയാണ് വിടേണ്ടതെന്ന്. ഇപ്പോൾ നമ്മൾ 4 ആണ് വിട്ടിരിക്കുന്നത്. ശേഷം ചെയ്യേണ്ട നൂലിനെയും ബാക്കിലാക്കിയതിന് ശേഷം നീഡിൽ ചേഞ്ച് ചെയ്യണം. ശേഷം നമ്മൾ ആ റൈറ്റ് നീഡിൽ ഫുള്ള് ഇത് ചെയ്ത് എടുക്കണം. ഇപ്പോൾ ഫുള്ള് നമ്മൾക്ക് റൈറ്റ് നീഡിൽ തന്നെയായി. ഇപ്പോൾ ഒരു നീഡിലായിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾക്ക് ആ നമ്പർ ഇട്ടേക്കുന്നിടത്ത് വരുമ്പോഴാണ് നമ്മൾ 2 റിങ് വിട്ടിട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇവിടെ അരികുവശമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ അത് ശ്രദ്ധിക്കണം. ഇത് നമ്മൾക്ക് അരികുവശമാണ്. ഫസ്റ്റ് നമ്മൾ ഒരു ലൂപ്പിനെ റിങ്ങിൽ എടുത്തതിന് ശേഷം നൂലൊരു തവണ ചുറ്റിയിട്ടാണ് നെക്സ്റ്റ് റിങ്ങിൽ ചെയ്ത് തുടങ്ങുന്നത്. നൂലൊരു തവണ ചുറ്റിയിട്ട് ആ ചുറ്റുന്ന നൂലാണ് നമ്മൾക്ക് റൈറ്റ് നീഡിൽ കെട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് 6 ആണ്. 6 വരെ നമ്മൾക്ക് ചെയ്തുകൊണ്ട് വരണം. അപ്പോൾ നേരത്തെ 4 ആയിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഇനി 6 ആണ് വേണ്ടുന്നത്. നമ്മൾക്ക് 6 ലൂപ്പ് വിട്ടിട്ട് ചെയ്താൽ മതിയാകും. ആയി കഴിഞ്ഞു. അപ്പോൾ നൂലിനെ ബാക്കിലാക്കിയിട്ട് നീഡിൽ ചേഞ്ച് ചെയ്യാം. ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ 6 ഏത് നീഡിലാണോ ഉള്ളത് റൈറ്റ് ഹാൻഡിലാണ്. ആ ലെഫ്റ്റ് ഹാൻഡിലുള്ള റിങ് ഫുള്ളും നമുക്ക് റൈറ്റ് ഹാൻഡിൽ ചെയ്ത് വരണം. അപ്പോൾ അത് നമ്മൾ ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും നമുക്ക് ഒരു നീഡിലായിട്ടുണ്ട്.
വീണ്ടും നമ്മൾ ഇനിയും ചെയ്ത് വരുമ്പോൾ നമുക്ക് 6 ആണ് വിടേണ്ടുന്നത്. സോറി 6 നമ്മൾ വിട്ടിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്ത് വരുമ്പോൾ 8 ആണ്. അപ്പോൾ 6 ആണ് നമ്മൾ വിട്ടത്. ഇനി നമ്മൾക്ക് 8 ആണ് വിടേണ്ടുന്നത്. ശേഷം നീഡിൽ ടേൺ ചെയ്തതിന് ശേഷം നമ്മൾക്ക് വീണ്ടും നമ്മൾ ഈ 8 ലൂപ്പ് ഉള്ളതിൽ ഫുള്ള് നമ്മൾ ഈ നീഡിലോട്ട് നമ്മൾക്ക് ഓരോന്നും ചെയ്ത് ഒരു നീഡിലാക്കണം. അപ്പം അത് നമ്മൾ ടൈറ്റ് ചെയ്യണം. അത് നമുക്ക് ആ അരികുവശമാണ്. അവിടെ നിന്ന് നമ്മളിനി ചെയ്ത് വരുമ്പോൾ വീണ്ടും നമ്മൾ 2 ലൂപ്പ് നമ്മൾ ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ നല്ലതുപോലെ ടൈറ്റ് ചെയ്യണം. അരികുവശം ഇല്ലെങ്കിൽ വലിയ ഇതായിട്ട് പോവും. ചെയിൻ സ്റ്റിച്ച് പോലെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 8 ആണ് വിട്ടിരുന്നത്. ഇനി നമ്മൾക്ക് 10 ആണ് വിടേണ്ടുന്നത്. അപ്പോൾ നമ്മൾ 10 വിട്ട് കഴിഞ്ഞു. ഇപ്പോൾ 10 ആണ്. ശേഷം നൂലിനെ ബാക്കിൽ കൊണ്ടുപോയിട്ട് നീഡിൽ ചേഞ്ച് ചെയ്തിട്ട് ഇനി നമ്മൾക്ക് ഫുള്ള് നമ്മൾക്ക് ചെയ്യണം. ആ നീഡിൽ ഫുള്ള് ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് അരികുവശമാണ് നമ്മൾക്ക് ഇവിടെ വരുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ആ ഒരെണ്ണം നീഡിൽ ഒരു ലൂപ്പ് വെച്ചിട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്യണം. നൂലെടുത്ത് കൂടി കൊണ്ടുവന്നിട്ട് ഇനി നമ്മൾ കഴിഞ്ഞ ലൈൻ നമ്മൾ 10 എണ്ണമാണ് വിട്ടിരുന്നത്. ഇനി നമ്മൾക്ക് 12 വരും. അപ്പോൾ നമ്മൾക്ക് 12 ആണ് വിടേണ്ടുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ സ്റ്റാർട്ടിങ്ങിൽ ആ കെട്ട് കൊടുക്കുന്നത് കാണുമ്പോഴും അറിയാം. അവിടെയാണ് നമ്മൾക്ക് ഓരോ പ്രാവശ്യം 2 വിടേണ്ടുന്നത്. ശേഷം നൂലിനെ ബാക്കിൽ കൊണ്ടുപോയിട്ട് നീഡിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ റൈറ്റ് സൈഡിലെ നീഡിൽ ഫുള്ള് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡിലെ നീഡിൽ ഫുള്ള് റൈറ്റ് ഹാൻഡിലോട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഫുള്ള് ഒരു നീഡിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ ലൈനിൽ 12 ആണ് ചെയ്തത്. ഇനി 14 ആണ് വിടേണ്ടുന്നത്. അപ്പോൾ ആ നൂല് ഒന്ന് ടൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് 14 ആണ്. നെക്സ്റ്റ് വരുമ്പോൾ ഇനിയും 16 വരണം. അത് ഫുള്ള് ചെയ്തതിന് ശേഷം നൂലൊന്ന് ടൈറ്റ് ചെയ്യണം. അരികുവശം നൂല് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് റിങ്ങിൽ നമ്മൾക്ക് ചെയ്യാം.
ഇപ്പോൾ 16 ആണ് വരേണ്ടുന്നത്. ഇനി നമ്മൾക്ക് 18 റിങ് വിടണം. അപ്പോൾ നമ്മൾക്ക് 18 വിട്ട് കഴിഞ്ഞു. ടോട്ടൽ 20 നോട്ട്സാണ് ഞാൻ ഇട്ടിരുന്നത്. വീണ്ടും നമ്മൾക്ക് പഴയതുപോലെ തന്നെ റൈറ്റ് നീഡിലാക്കണം. ഇനി നമ്മൾക്ക് 2 നോട്ടാണ് ഇതിലുള്ളത്. അപ്പോൾ അങ്ങനെ 20 ആവും. ഇനി നമ്മൾക്ക് ഒരെണ്ണം മാത്രം എടുത്ത് ചെയ്യണം. ഒരെണ്ണം നമ്മൾ ഫസ്റ്റ് നീഡിലാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്, ഇനിയിപ്പോൾ നമ്മൾ രണ്ട് ലൂപ്പ് എടുത്ത് നമ്മൾ ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് 20ലും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അടുത്ത നീഡിൽ ഉപയോഗിച്ച് ഫുള്ള് നമ്മൾക്ക് ഇത് ചെയ്യണം. ഒരു തവണ ഈ ഫുൾ റിങ്ങിൽ കൂടിയും ഒരു തവണ ചെയ്യണം. അപ്പോഴാണ് നമ്മൾക്ക് ഒരു കളറിൽ ആ പെറ്റൽ കംപ്ലീറ്റ് ആവുന്നത്. ഇവിടം വരെ നമ്മൾ ചെയ്തു വരണം, ഫുള്ള് ചെയ്തു വരണം. 20 റിങ്ങിൽ നമ്മൾ ചെയ്തു വരണം. അവിടെ നമുക്ക് നല്ലതുപോലെ ടൈറ്റ് ചെയ്യണം. ശേഷം ആ റിങ്ങിൽ നീഡിൽ കടത്തിയതിന് ശേഷം ലെഫ്റ്റിൽ ഒന്ന് ചുറ്റിയതിന് ശേഷമാണ് നമ്മൾക്ക് അടുത്ത നീഡിലാക്കണം. അങ്ങനെ ഫുള്ള് നമ്മൾക്ക് ഇവിടം വരെ ചെയ്തു വരിക. അപ്പോൾ നമ്മൾ ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ 2 എടുത്ത് ചെയ്ത് ആ ഫുൾ 20 നോട്ട്സിൽ നമ്മൾ ഒരു തവണ ഇത് ചെയ്ത് വരണം. ഇപ്പോഴാണ് നമ്മൾക്ക് ഒരു കളർ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പെറ്റൽ നമ്മൾക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് കളറാണ് നമുക്ക് ജോയിൻ ചെയ്യണം. ഇപ്പോൾ നെക്സ്റ്റ് കളർ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ആ സെൻറ്റർ ഭാഗത്താണ്. നൂല് ഇപ്പോൾ ഉള്ളതും ആ സെൻറ്റർ ഭാഗത്ത് തന്നെയാണ്. ഇപ്പോൾ അവിടെ നമ്മൾക്ക് ആ നൂലിൽ തന്നെ അടുത്ത കളറിനെ നമുക്ക് ഒരു കെട്ട് കൊടുത്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ അത് നെക്സ്റ്റ് കളർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഫസ്റ്റ് റിങ്ങിൽ നമ്മൾ ഇട്ടതിന് ശേഷം ഈ ലെഫ്റ്റ് വശത്ത് നൂല് കൊണ്ടുവന്നതിന് ശേഷം വേണം നീഡിൽ കൂടി ഇടതുവശത്തോട്ട് ചുറ്റിയെടുക്കാൻ. എന്നാലേ നമുക്ക് ആ ഒരു റിങ്ങിൻ്റെ രൂപത്തിൽ നമ്മൾക്ക് കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ ഫുള്ള് നമ്മൾ ചെയ്യണം. ഈ കളർ നൂല് ഉപയോഗിച്ച് ഫുള്ള് ഈ 20 റിങ്സിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം. ഈ 20 നോട്ടിൽ നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടുന്നത്. ഇവിടം വരെ നമ്മൾ ചെയ്യണം, ലാസ്റ്റ് ആ ബോർഡർ വരെയും. അപ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗത്തു നിന്നാണ് നെക്സ്റ്റ് കളർ നമ്മൾ ബ്രൗൺ കളർ ത്രെഡ് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളത് ഫുള്ള് നമ്മൾ ആ നൂല് ഉപയോഗിച്ച് ആ 20 നോട്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞു.
ശേഷം നേരത്തെ ചെയ്ത മാതിരി തന്നെ ഫസ്റ്റ് റിങ്ങിനെ നമ്മൾ നീഡിൽ കൊണ്ടുവന്ന് ഇടതുവശത്തോട്ട് ഒന്ന് നൂല് ചുറ്റി കൊടുത്ത് ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെയ്തു വന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഇനിയും ഈ 2 റിങ് നമ്മൾ വിടും. മനസ്സിലാക്കാൻ വേണ്ടിയാണ് എഴുതി കാണിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ആദ്യം നമ്മൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നും. അപ്പോൾ നമുക്കിത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് തോന്നും നമുക്ക്. ഇപ്പോൾ ഫുള്ള് നമ്മൾ ഈ 2 റിങ് എടുത്ത് ആ നീഡിലിൽ ഫുള്ള് നമ്മൾ ചെയ്തു വരണം. അപ്പോൾ ഫുള്ള് നമ്മൾക്ക് ആ ഒരു നീഡിൽ തന്നെ ആകും. ഇപ്പോൾ നമ്മൾക്ക് അവിടെ ഒരു ലൈൻ നമ്മൾ ചെയ്തു ബ്രൗൺ കളറിൽ. ഇനി വീണ്ടും ആ ഫസ്റ്റ് റിങ്ങിനെ നീഡിലിൽ ആക്കിയതിന് ശേഷം നൂല് ലെഫ്റ്റിലോട്ടൊന്ന് ആക്കി കൊടുത്തിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി വീണ്ടും നമ്മൾ അവിടെ നിന്ന് ചെയ്തു വരുമ്പോൾ 4 എണ്ണമാണ് വിടേണ്ടുന്നത്. പഴയ നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ തന്നെയാണ്. ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് 2 നെക്സ്റ്റ് കളറും ചെയ്യുമ്പോൾ വീണ്ടും കാണിക്കുന്നത്. അപ്പോൾ ഇവിടം വരെ നമ്മൾക്ക് ചെയ്യണം. ആ അരികുവശം വരെ നമ്മൾക്ക് ചെയ്തു വരണം. ഇപ്പോൾ നമ്മൾ ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾക്ക് ഒരു നീഡിൽ തന്നെയായി ഫുള്ള്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ അരികുവശത്തുനിന്ന് വീണ്ടും നമ്മൾ അങ്ങോട്ട് ചെയ്തു പോകുമ്പോഴാണ് നമ്മൾ ഓരോ തവണയും 2 റിങ് വിടുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ആ ഓരോ റൗണ്ട് ചെയ്തു വരുമ്പോൾ ഓരോ ലൈനും ചെയ്തു വരുമ്പോൾ ആ എഴുതിയത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എത്ര വിടണമെന്നുള്ളത്. നമ്മൾ അത് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തു പോകുന്നത് നമ്മൾ എത്ര ചെയ്തു എന്നും ടോട്ടൽ എത്ര നമ്മൾ ഈ നോട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചാലും മനസ്സിലാവും. നൂലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 8 എണ്ണമാണ് വിട്ടത്. 8 ആണ്. ശേഷം നൂലിനെ ബാക്കിലോട്ടിട്ടതിന് ശേഷം നമ്മൾ ഇത് ടേൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ആ അരികുവശത്ത് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഓരോ പ്രാവശ്യം ചെയ്ത് വരുമ്പോഴും നമ്മൾക്ക് 2 എക്സ്ട്രാ ആണ് വിടേണ്ടുന്നത്. വീണ്ടും അവിടെ നൂലൊന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം ലെഫ്റ്റിലോട്ടാക്കിയിട്ട് ടൈറ്റ് ചെയ്യുക.
ഇപ്പോൾ നമ്മൾ 12 ആണ് വിട്ടിരിക്കുന്നത്. നെക്സ്റ്റ് വരുമ്പോൾ അത് 14 ആവും. നെക്സ്റ്റ് വരുമ്പോൾ 16 ആവും. നെക്സ്റ്റ് 18, 20 അങ്ങനെയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അഥവാ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളവർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ 1-2 പെറ്റൽ ഞാൻ ഇതുപോലെ തന്നെ ചെയ്ത് കാണിക്കാം. ഫുള്ള് കമൻസ് ഇട്ടാൽ മതി. ഇപ്പോൾ ഈ നീഡിൽ തന്നെ 30-40 നോട്ട്സൊക്കെ ഇട്ട് ചെയ്യാൻ വലിയ മാറ്റമൊക്കെ നമ്മൾക്ക് ചെയ്തെടുക്കാം. ഇതിൽ ചെറുത് ചെയ്യാൻ 6 നമ്പറൊക്കെ മതിയാകും. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ നോട്ട്സൊക്കെ എങ്ങനെയാണ് ഇടുന്നതെന്ന് സ്റ്റാർട്ടിങ് നൂലെടുക്കേണ്ട വിധവും എല്ലാം കാണിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ അധികം നൂലും ആവുന്നില്ല ഇതിന്. നമ്മൾക്കിപ്പോൾ ബാലൻസ് വരുന്ന കുറേശ്ശെ നൂലൊക്കെ കാണും പല കളറ്. അതെല്ലാം ചേർത്ത് വെച്ചിട്ട് നമ്മൾക്ക് പല കളറിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് 2 കളർ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 12 പെറ്റൽസ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് 3 വീതം ഒരു കളറാക്കാം, 2 എണ്ണം ഒരു കളറാക്കാം, അങ്ങനെയും ചെയ്തെടുക്കാം. ഇപ്പോൾ 2 കളർ ഉപയോഗിച്ച് 3 കളർ ഉപയോഗിച്ചോ 4 കളർ ഉപയോഗിച്ചൊക്കെ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് ബ്രൗൺ കളറും ഉപയോഗിച്ച് അതേ മെത്തേഡിൽ തന്നെയാണ് ഫുള്ള് ഇത് ചെയ്തെടുക്കുന്നത്. ഇത് 12 പെറ്റൽസ് ആയിട്ടാണ് വരുന്നത്. ഇത് ഇവിടെയാണ് നമുക്ക് സെൻറ്റർ. ഇതിൽ നൂല് കളർ ചേഞ്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യുമ്പോൾ ആ പഴയ നൂലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റിലത്തെ കളറ് ഇപ്പോൾ നമ്മൾ കളർ ചേഞ്ച് ചെയ്തപ്പോൾ ബ്രൗൺ കളറിൽ ഫുള്ള് നമ്മൾ ചെയ്ത് നമ്മൾക്ക് ഈ കളറാക്കി. ഇനി നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ അതേ മെത്തേഡിൽ ചെയ്താൽ മതിയാകും. അപ്പോൾ ഈ 12 പെറ്റലാകുമ്പോഴാണ് നമ്മൾക്കത് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്.
വീണ്ടും നമ്മൾ രണ്ട് റിങ് വിട്ടിട്ടാണ് വീണ്ടും നമ്മൾ നീഡിൽ ചേഞ്ച് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡിൽ റൈറ്റ് ഹാൻഡിലാക്കണം. നമ്മളെപ്പോഴും റൈറ്റ് ഹാൻഡിൽ നീഡിൽ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫുള്ള് നമ്മൾ അവിടം വരെ ചെയ്തെടുക്കുക. വീണ്ടും നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് വരുമ്പോൾ നമ്മൾ 4 ലൂപ്പാണ് വിടേണ്ടുന്നത്, 4 റിങ്. ഇങ്ങനെ ഓരോ കളറും ചേഞ്ച് ചെയ്ത് നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. ഫുള്ളിങ്ങനെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഓറഞ്ച് കളറ് ഫുള്ളും ഇതേ മെത്തേഡിൽ ചെയ്തുക. ഇപ്പോൾ ഞാൻ 3 പെറ്റൽ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് കളറിനെ നമ്മൾക്ക് ജോയിൻ ചെയ്യാം. അത് നമ്മൾക്ക് ആ സെൻറ്റർ ഭാഗത്തു നിന്നാണ്. ഇപ്പോൾ ആ ഫസ്റ്റ് റിങ്ങിൽ നമ്മൾക്ക് നീഡിൽ കടത്തിയതിന് ശേഷം ആ നൂലിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. പഴയ നൂലിനെ ശേഷം ഫുള്ള് ഇതുപോലെ തന്നെ 20 റിങ്ങായിട്ട് നമ്മൾക്ക് വരണം. എപ്പോഴും നമ്മുടെ നീഡിൽ 20 റിങ് കാണണം. വീണ്ടും ഈ നൂല് ബ്രൗൺ നൂല് ഉപയോഗിച്ച് നമ്മൾക്ക് ഫുള്ള് ഇവിടം വരെ ചെയ്തെടുക്കുക. ഇപ്പോൾ ആ കളർ ഉപയോഗിച്ച് ഫുള്ള് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കളർ നമ്മൾക്ക് ജോയിൻ ചെയ്യാം. ആ പെറ്റലും ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വീണ്ടും അടുത്ത കളർ ഇതുപോലെ തന്നെ സെൻറ്ററിൽ നിന്നാണ് കളർ ചേഞ്ച് ചെയ്യുന്നത്. നൂല് നമ്മൾക്ക് അവിടെ തന്നെ ഇട്ടിരുന്നാൽ മതി. ആ ഭാഗത്താണ് നമ്മൾ ഓരോ തവണയും 2 ലൂപ്പ് വിട്ടിട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ 11 പെറ്റൽസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് നമ്മൾക്ക് ഒരു കളർ കൂടി ബ്രൗൺ കളർ കൂടി ചെയ്യണം. അതിനു മുന്നേ നമ്മൾക്ക് ഈ 2 റിങ് വിട്ടിട്ട് നമ്മൾ ചെയ്തിരുന്നു. അത് ഫുള്ള് നമ്മൾക്ക് ഒരു തവണ ഫുള്ള് അവിടം വരെ ചെയ്തു പോകണം, ആ സെൻറ്റർ ഭാഗം വരെ. ശേഷമാണ് നെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഫുള്ള് റിങ്ങിൽ നമ്മൾ ചെയ്തെടുക്കുക. ശേഷം നെക്സ്റ്റ് കളർ നമുക്ക് ചേഞ്ച് ചെയ്യണം. ഇനി നമ്മൾക്ക് ഈ ഒരു ബ്രൗൺ കളറും കൂടി ചെയ്യുമ്പോൾ നമ്മൾക്കിത് 12 പെറ്റൽസ് ആവും. ഓരോ കളറിൻ്റെ 6 വീതമാണ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് കളർ ജോയിൻ ചെയ്യാം. ആ റിങ്ങിൽ കൂടി നീഡിൽ കടത്തിയതിന് ശേഷം ബ്രൗൺ കളർ നൂലിനെ ഒരു തവണ ഇടതുവശത്തോട്ട് ചുറ്റണം. ചുറ്റിയതിന് ശേഷം നമ്മൾക്ക് ആ ഓറഞ്ച് നൂലിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. വീണ്ടും നമ്മൾക്ക് ഫുള്ള് നമ്മൾ ഈ കളറ് ബ്രൗൺ കളർ ഉപയോഗിച്ച് ആ ഫുള്ള് 20 റിങ്ങും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. റിങ്സ് ഇതുപോലെ തന്നെ ഫുള്ള് ചെയ്തെടുക്കണം. ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്ക് പഴയതുപോലെ തന്നെ ചെയ്താൽ മതിയാകും. ഇപ്പോൾ അത് ഫുള്ള് ഞാൻ ചെയ്ത് നമുക്ക് ഒരു നീഡിലാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ അരികുവശത്തുനിന്ന് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഈ സെൻറ്റർ ഭാഗത്ത് വരുമ്പോഴാണ് നമ്മൾക്ക് 2 വീതം വിരണ്ടുന്നത്, 2 റിങ് വീതം നമ്മൾ വിരണ്ടുന്നത്. അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നീഡിൽ കടത്തിയിട്ട്
ഇതേ മെത്തേഡിൽ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ 2 റിങ് നമ്മൾ വിട്ട് കഴിഞ്ഞു. ശേഷം നൂലിനെ ബാക്കിൽ കൊണ്ടുപോയിട്ട് നമ്മൾ നീഡിൽ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലിടുന്ന നീഡിൽ റൈറ്റിൽ വന്നു. ഇനി റൈറ്റ് നീഡിലാണ് നമ്മൾക്ക് ചെയ്യേണ്ടുന്നത്. അപ്പോൾ 2 ലൂപ്പ് നമ്മൾ അതിലെടുത്തിട്ടുണ്ട്, 2 റിങ്. അപ്പോൾ ആ റിങ് ഉപയോഗിച്ചാണ് ആ നീഡിൽ തന്നെ നമ്മൾ ഫുള്ള് ചെയ്തെടുക്കണം. ആ രണ്ടാമത്തെ ലൈൻ അങ്ങനെയാണ്. ഇപ്പോൾ ഞാനിത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഓരോ പെറ്റലും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പഴയത് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഓരോ പെറ്റലും കഴിയുമ്പോൾ അടുത്ത കളർ വെച്ച് ഇത് ഫുള്ള് ഒരു പ്രാവശ്യം നമ്മൾ സെൻറ്റർ വരെ അരികുവശത്തുനിന്ന് ചെയ്തു പോകും. പക്ഷേ ഇത് ജോയിൻ ചെയ്യേണ്ടുന്ന ഭാഗമാണ്, അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മൾക്ക് ഓരോന്നിലും ഓരോ കെട്ടിട്ടാണ് നമ്മൾ പോകേണ്ടുന്നത്, ഇല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോകും നൂല്. അതിന് പകരം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 2 ലൂപ്പിൽ കൂടിയും 2 ചേർത്ത് വെച്ചിട്ട് അതിൽ കൂടെ നീഡിൽ കടത്തിയതിന് ശേഷം നമ്മൾ ഈ 2 കൂടി ചേർത്തിട്ട് ചെയ്യുന്നു. നേരത്തെ നമ്മൾ 1 റിങ്ങിൽ കൂടി ചെയ്തു, ഇപ്പോൾ 2 റിങ്ങിൽ കൂടിയാണ് നൂലെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾക്ക് ആ 2 ചെയ്തപ്പോൾ 1 റിങ്ങാണ് നീഡിലുള്ളത്. അപ്പോൾ നമ്മൾ ആ ലെഫ്റ്റ് ഹാൻഡിലെ നീഡിലിനകത്താക്കിയിട്ട് ഈ റൈറ്റ് ഹാൻഡിലെ നീഡിൽ കൊണ്ട് 2 ചേർത്ത് 2 കൂടെ ആക്കണം. എന്നിട്ട് പഴയതുപോലെ തന്നെ നൂലൊരു തവണ ചുറ്റിയതിന് ശേഷം നമ്മൾ ഈ റിങ്ങിൽ കൂടിയും വെളിയിലെടുക്കുകയാണ്. നെക്സ്റ്റ് നീഡിലാക്കുന്നു, റൈറ്റ് ഹാൻഡിൽ നീഡിലാക്കുന്നു. വീണ്ടും നമ്മൾ ആ റൈറ്റ് നീഡിലുള്ളതിനെ ലെഫ്റ്റ് നീഡിലാക്കുക. ശേഷം ആ റൈറ്റ് നീഡിലിനെ 2 കൂടി ഒന്നിച്ചാക്കി എടുക്കണം. ശേഷം നൂല് ചുറ്റിയതിന് ശേഷം അത് 2 റിങ്ങിൻ്റെയും ഉള്ളിൽ കൂടി കൊണ്ടുവന്ന് ഇപ്പോൾ നമ്മൾക്ക് ഒന്നായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമ്മൾക്ക് മൈനസായി വന്ന് കെട്ടി ആവും അവിടെ. അപ്പോൾ അഴിഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് ചെയ്യണം. ഇപ്പോൾ 2 ആ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടിയാണ് നൂല് കടത്തേണ്ടുന്നത്. ശേഷം നമ്മൾക്ക് ആ 1 റിങ്ങാണ് റൈറ്റ് നീഡിലുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ലെഫ്റ്റ് നീഡിലാക്കിയതിന് ശേഷം 2 കൂടി റൈറ്റ് നീഡിൽ കൊണ്ട് അടുത്ത റിങ് എടുക്കണം. അങ്ങനെ 2 ഉള്ളിൽ കൂടി ആവുന്നു. ഇനി ആ റൈറ്റ് നീഡിലാക്കിയതിന് ശേഷം റൈറ്റല്ല ലെഫ്റ്റ് നീഡിലാക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോന്നും കെട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. നമുക്കൊരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ആകൃതിയിലാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ 2 റിങ്ങിൽ കൂടി എടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പൊക്കെ പഴയ ഇതുപോലെ തന്നെയാണ്, സെയിം സ്റ്റെപ്പാണ്. ഇപ്പോഴും നമ്മൾക്ക് റൈറ്റ് നീഡിൽ 1 റിങ്ങാണ് ഉള്ളത്. അതിനെ ലെഫ്റ്റ് നീഡിലാക്കിയതിന് ശേഷം ആ റൈറ്റ് നീഡിൽ കൊണ്ട് അടുത്ത നീഡിലോട്ട് കടത്തണം. അപ്പോൾ 2 കൂടി ഒന്നിച്ചാവുന്നു. ഇത് ലെഫ്റ്റിലാക്കുന്നു, വീണ്ടും റൈറ്റ് നീഡിൽ കൊണ്ട് അടുത്ത എടുക്കുന്നു. എന്നിട്ട് ആ 2 റിങ്ങിൽ കൂടിയും നമ്മൾ ആ നൂലിടുന്നതാണ് ഈ റൈറ്റ് നീഡിൽ നമുക്ക് കെട്ടായിട്ട് വരുന്നത്. വീണ്ടും ലെഫ്റ്റ് നീഡിൽ കൊണ്ട് നമ്മൾ ആ ലെഫ്റ്റ് നീഡിലാക്കുക. ശേഷം റൈറ്റ് നീഡിൽ കൊണ്ട് അടുത്ത നീഡിലോട്ട് ആക്കണം. അങ്ങനെ 2 കൂടി ഒരെണ്ണത്തിലാക്കിയതിന് ശേഷം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഫസ്റ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും പഠിച്ചു കഴിയുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും ചെയ്തെടുക്കാൻ. ആദ്യം നമ്മൾക്കൊത്തിരി താമസം വരും.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ഇട്ടാൽ മതി. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇപ്പോൾ നമ്മൾക്കിത് ഫുള്ള് നമ്മൾക്ക് കെട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് അഴിഞ്ഞു പോകത്തില്ല. ശേഷം നമുക്ക് ആ സെൻറ്ററിലെ അതിനും കൂടി നമ്മൾക്കിപ്പോൾ ചെയ്തു വന്ന ആ നൂലിനും നമ്മൾക്കൊരു കെട്ട് കൊടുക്കണം. ശേഷം നമ്മൾക്ക് ഈ 2 സൈഡും കൂടെ നമ്മൾക്ക് ജോയിൻ ചെയ്യണം. അത് വലിയ ഹോളുള്ള ആ നീഡിൽ ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. 2 അറ്റത്തും കൂടെ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത് ആ ബ്രൗൺ കളർ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അരികുവശം 2ഉം കൂടി ചേർത്തൊന്ന് കെട്ടിടുക നൂല് കൊണ്ട്. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിലെ ആ കെട്ടിട്ട ഭാഗം കാണാതിരിക്കാൻ അത് കവർ ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇത് നമ്മളുടെ അടിവശമാണ്, ഇതിൻ്റെ മാറ്റിൻ്റെ അടിവശമാണിത്. അവിടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് 2ഉം കൂടി ചേർത്ത് 2 പീസും കൂടി ചേർത്ത് 2 പെറ്റിൽ വശവും കൂടെ ചേർത്ത് കെട്ടിടണം. ശേഷം നമ്മൾ ഫസ്റ്റ് 20 നോട്ട് ഇട്ടത് കാണാത്ത വിധം അകത്താക്കിയിട്ട് വേണം, അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ. ഇതുപോലെ നമ്മൾ സാരിയിലൊക്കെ നല്ലതുപോലെ ഇത് പഠിച്ചാൽ മാറ്റമൊക്കെ ചെയ്യാൻ പറ്റും. നൈറ്റിയുടെയോ സാരിയുടെയോ ലെഗിൻസിൻ്റെയോ ഒക്കെ തുണി കൊണ്ട് നമ്മൾക്ക് നല്ലതുപോലെ ഡോർമാറ്റൊക്കെ ചെയ്യാം. ഇപ്പോൾ സെൻറ്റർ ഭാഗം വരെ ചെയ്തിട്ട് നമ്മൾ സെൻറ്ററിൽ നമുക്ക് 20 ചെയിൻ സ്റ്റിച്ച് പോലെയാണ് വരുന്നത്. 20 നമ്മൾ ഫസ്റ്റ് ഇട്ട നോട്ട് 20 ആണ്. അപ്പോൾ നമ്മളത് അതിനും കൂടി ചേർത്ത് തയ്ച്ചതിന് ശേഷം നമ്മൾ ആ നൂല് 2 കളറും കൂടി ചേർത്ത് കെട്ടിടണം. നല്ലതുപോലെ കെട്ടിടുക. കെട്ടിട്ടതിന് ശേഷം ഞാൻ ആ സെൻറ്ററിലേയും കൂടെ ആ സെൻറ്റർ ഭാഗത്ത് നൂല് കടത്തിയിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യുമ്പോൾ ആ ഗ്യാപ്പ് ഇല്ലാതെ നല്ല ഇതായിട്ടിരിക്കും. എന്നിട്ട് നൂല് വലിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ശേഷം സെൻറ്ററിൽ നമ്മൾക്ക് ആ ജോയിൻ ചെയ്ത ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതുപോലൊരു ക്രോഷ്യേയിലൊരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതേ അളവാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ഇതാണ്. ഇതുപോലെ നമുക്ക് സെൻറ്ററിൽ ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അപ്പോൾ അവിടെ ഗ്യാപ്പായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് അവിടെ സ്റ്റിച്ച് ചെയ്തത് നമ്മൾ. അരികുവശം ഒക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു ചെയിൻ സ്റ്റിച്ച് പോലെയാണ്. അപ്പോൾ ഇവിടെ ബാക്ക് സൈഡ് ഇവിടെയാണ് ജോയിൻ ചെയ്ത് നമ്മൾ കെട്ടിട്ടത്. ഇവിടെ ഞാൻ സെൻറ്റർ ഭാഗം ടൈറ്റ് ചെയ്ത് കിട്ടിയില്ല. അവിടെ ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.